ഒരുപാട് സ്ത്രീകളെയും പെൺകുട്ടികളെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് PCOD അല്ലെങ്കിൽ PCOS. ഇതിനെക്കുറിച്ച് പലർക്കും സംശയങ്ങളും പേടിയും ഒക്കെയുണ്ട്. എന്താണിത്, എന്തുകൊണ്ട് വരുന്നു, ലക്ഷണങ്ങൾ എന്തൊക്കെ, എങ്ങനെ ചികിത്സിക്കാം, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടെത്താം. എന്താണ് PCOD? PCOD എന്നാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇതിനെ കുറച്ചുകൂടി കൃത്യമായി PCOS, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയാറുണ്ട്. ഇതൊരു രോഗം എന്നതിലുപരി ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളുടെ ഒരു സിൻഡ്രോമാണ്, അതായത് ലക്ഷണങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ മാസവും അണ്ഡാശയങ്ങളിൽ അണ്ഡം വളരും, അതായത് ഓവറീസിനുള്ളിൽ എഗ്സ് വളരും. എന്നാൽ PCOS ഉള്ളവരിൽ ഈ അണ്ഡങ്ങൾ പൂർണ്ണമായി വളരാതെ ചെറിയ സിസ്റ്റുകളായി അണ്ഡാശയങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. ഇത് കാരണം സ്ത്രീ ഹോർമോണുകളുടെ ബാലൻസ് തെറ്റുകയും പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ അമിതമായി ഉത്പാദിപ്പിക്കുകയും ചെയ്യും. ഇത് ആർത്തവക്രമം തെറ്റാനും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. എന്താണ് PCODയുടെ പ്രധാന കാരണങ്ങൾ? PCODക്ക് ഒരു പ്രത്യേക കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ചില ഘടകങ്ങൾ ഇതിന് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. ഒന്നാമതായി, ഹോർമോണൽ ഇംബാലൻസ്. ശരീരത്തിലെ ഇൻസുലിൻ്റെയും പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ്റെയും അളവ് കൂടുന്നു. രണ്ടാമതായി, ജനിതക കാരണങ്ങൾ. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും PCOD ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായി, തെറ്റായ ജീവിതശൈലി. വ്യായാമമില്ലായ്മ, അമിതവണ്ണം, അനാരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയൊക്കെ PCODയെ പ്രോത്സാഹിപ്പിക്കുന്നു. PCODയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? PCODയുടെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെടാം. എങ്കിലും സാധാരണയായി കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ക്രമരഹിതമായ ആർത്തവം, ഇറഗുലർ പീരീഡ്സ്. ആർത്തവം വൈകുക, വരാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ബ്ലീഡിംഗ് മാത്രം ഉണ്ടാവുക. രണ്ടാമതായി, അമിതമായ രോമവളർച്ച. മുഖം, നെഞ്ച്, വയറ്, പുറം എന്നിവിടങ്ങളിൽ പുരുഷന്മാരെ പോലെ കട്ടിയുള്ള രോമങ്ങൾ വളരുക. മൂന്നാമതായി, മുഖക്കുരു അല്ലെങ്കിൽ ആക്നെ. മുഖത്തും ശരീരത്തിലും വിട്ടുമാറാത്തതും കഠിനവുമായ മുഖക്കുരു ഉണ്ടാവുക. നാലാമതായി, ശരീരഭാരം കൂടുന്നത്, വെയ്റ്റ് ഗെയിൻ. പ്രത്യേകിച്ചും വയറിന് ചുറ്റും പെട്ടെന്ന് ഭാരം വർദ്ധിക്കുക, ഭാരം കുറയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അടുത്തതായി, മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ലോസ്. തലയോട്ടിയിൽ മുടി നേർക്കുകയും കഷണ്ടി പോലെ തോന്നിക്കുകയും ചെയ്യുക. അടുത്തതായി, ചർമ്മത്തിലെ മാറ്റങ്ങൾ. കഴുത്തിലും കക്ഷത്തിലും ചർമ്മം ഇരുണ്ടു പോവുക, സ്കിൻ ടാഗുകൾ ഉണ്ടാകുക. അടുത്തതായി, വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. അണ്ഡോൽപാദനം നടക്കാത്തത് കൊണ്ട് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ശ്രദ്ധിക്കുക, ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി, PCODയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. PCOD അല്ലെങ്കിൽ PCOS പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ലക്ഷണങ്ങളെ നിയന്ത്രിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. ചികിത്സ പ്രധാനമായും 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമതായി, ജീവിതശൈലി മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ഇതാണ് ഏറ്റവും പ്രധാനം. അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക എന്നത്. മൈദ, പഞ്ചസാര, പ്രോസസ്ഡ് ഫുഡ്സ് എന്നിവ ഒഴിവാക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ധാരാളമായി ഉൾപ്പെടുത്തുക. രണ്ടാമത്, വ്യായാമം. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കുക, യോഗ ചെയ്യുക അല്ലെങ്കിൽ മറ്റ് വ്യായാമങ്ങൾ ശീലമാക്കുക. ഭാരം കുറയ്ക്കുന്നത് ഹോർമോൺ നിലയെ മെച്ചപ്പെടുത്തും. അടുത്തത്, ശരീരഭാരം നിയന്ത്രിക്കുക എന്നതാണ്. ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ശ്രമിക്കുക. അടുത്തത്, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ്. യോഗ, ധ്യാനം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിവയിലൂടെ സ്ട്രെസ് കുറയ്ക്കുന്നത് ഹോർമോൺ ബാലൻസിന് നല്ലതാണ്. PCODയുടെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും 3 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തേതായ ജീവിതശൈലി മാറ്റങ്ങൾ. അതിൽ നമ്മൾ വ്യായാമം, ഭക്ഷണം, ശരീരഭാരം നിയന്ത്രിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു. രണ്ടാമത്തേതാണ് മരുന്നുകൾ, മെഡിക്കേഷൻസ്. ലക്ഷണങ്ങൾക്കനുസരിച്ച് ഡോക്ടർമാർ പലതരം മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. ഒന്നാമത്തേത് ഗർഭനിരോധന ഗുളികകൾ, ബർത്ത് കൺട്രോൾ പിൽസാണ്. ആർത്തവചക്രം ക്രമീകരിക്കാനും അമിതമായ രോമവളർച്ച, മുഖക്കുരു എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. രണ്ടാമത്തേത് ഇൻസുലിൻ സെൻസിറ്റൈസിങ് മരുന്നുകൾ.
മെറ്റ്ഫോർമിൻ പോലെയുള്ളവയാണ്. ഇൻസുലിൻ്റെ പ്രതിരോധം കുറയ്ക്കാൻ ഈ മരുന്നുകൾ സഹായിക്കുന്നു. മൂന്നാമത്തേത് മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ കുറയ്ക്കുന്ന മരുന്നുകളാണ്. ഇത് മൂലം അമിതമായ രോമവളർച്ച കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഒന്നാമത്തെ ഘടകമായ ജീവിതശൈലിയും രണ്ടാമത്തെ ഘടകമായ മെഡിക്കേഷനും കഴിഞ്ഞു. നമ്മൾ ഇനി മൂന്നാമത്തെ ഘടകത്തിലേക്ക് കടക്കുകയാണ്. ഫെർട്ടിലിറ്റി ചികിത്സയാണ് മൂന്നാമത്തെ ഘടകം. ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്ടർമാർ അണ്ഡോത്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മറ്റ് ഫെർട്ടിലിറ്റി ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുന്നു. IVF ആണ് അതിനൊരു ഉദാഹരണമായി ഞാനിവിടെ പറയുന്നത്. PCOD എന്നത് പേടിക്കേണ്ട ഒരു രോഗമല്ല. കൃത്യസമയത്തുള്ള രോഗനിർണയവും ജീവിതശൈലിയിലെ ചിട്ടയായ മാറ്റങ്ങളും വഴി നമുക്കിതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ആരോഗ്യമായ ജീവിതശൈലി ശീലമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. PCODയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോ കാണാം.